ഒരിക്കലൊരു കുഞ്ഞിക്കിളി വനത്തിലെ വലിയൊരു വൃക്ഷത്തോട് വന്ന് ചോദിച്ചു, എനിക്ക് നിന്റെ ചില്ലയിൽ ഒരു കൂടുണ്ടാക്കാൻ അനുവാദം തരുമോ എന്ന്. വൃക്ഷം വളരെ സന്തോഷത്തോട് പറഞ്ഞു, എൻ്റെ ഏത് ചില്ലയിൽ വേണമെങ്കിലും നിനക്ക് കൂടുണ്ടാക്കാം. കുഞ്ഞിക്കിളി ആ വൃക്ഷത്തിൻ്റെ ചില്ലയിൽ മനോഹരമായൊരു കൂടുണ്ടാക്കി. ദിവസങ്ങൾ ചിലത് കഴിഞ്ഞപ്പോൾ വനത്തിൽ ശക്തമായൊരു കാറ്റാഞ്ഞടിച്ചു. കുഞ്ഞിക്കിളിയുടെ കൂട് നശിച്ചുപോയി. വളരെ സങ്കടത്തോടെ ഇരുന്ന കുഞ്ഞിക്കിളിയോട് വൃക്ഷം പറഞ്ഞു, നീ സങ്കടപ്പെടേണ്ട, ഏത് കാറ്റടിച്ചാലും ഏത് പേമാരി വന്നാലും ഞാൻ കടപുഴകി വീണിട്ടല്ലാതെ നശിച്ചു പോകാത്ത മനോഹരമായൊരു കൂട് ഞാൻ നിനക്കുണ്ടാക്കി തരും. വൃക്ഷം ഉടൻ തന്നെ മരം കുത്തിയെ വിളിച്ചു. തൻ്റെ ശരീരത്തിൽ തൻ്റെ ഹൃദയത്തോട് ചേർന്ന് ഒരു മനോഹരമായൊരു കൂട് കുഞ്ഞിക്കിളിക്ക് വേണ്ടി ഉണ്ടാക്കാൻ പറഞ്ഞു. ആ വൃക്ഷത്തിന് നന്നായി വേദനിക്കും. എങ്കിലും വൃക്ഷം പറഞ്ഞു, എൻ്റെ വേദന നീ കാര്യമാക്കേണ്ട, അവന് മനോഹരമായൊരു കൂടുണ്ടാക്കണം. മരം കൊത്തി ആഞ്ഞാഞ്ഞു കൊത്തി മനോഹരമായൊരു കൂട് കുഞ്ഞിക്കിളിക്ക് വേണ്ടി ഉണ്ടാക്കി. കുഞ്ഞിക്കിളിക്ക് വലിയ സന്തോഷമായി. പിറ്റേ ദിവസം ഇര തേടിപ്പോയ കുഞ്ഞിക്കിളി പിന്നീട് മടങ്ങി വന്നതേയില്ല. വൃക്ഷം പറഞ്ഞു, എന്നേക്കാൾ മനോഹരമായ ഒരു കൂട് അവൻ കണ്ടെത്തിയിട്ടുണ്ടാകും, അതുകൊണ്ടാകും സാരമില്ല. ദിവസങ്ങൾ ചിലത് കഴിഞ്ഞപ്പോൾ കാട്ടിൽ വലിയൊരു പേമാരി പെയ്തു. ആ പൊത്തിലേക്ക് മഴവെള്ളം ഊർന്നിറങ്ങി എന്നേക്കുമായി ആ മരം നശിച്ചുപോയി. അങ്ങനെയാണ് കഥ അവസാനിക്കുന്നത്. ചില മനുഷ്യരും ഇങ്ങനെയാണ്. ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അവർ കടന്നു വരും. നമ്മളെ അവരുടെ ഹൃദയത്തോടും അവരെ നമ്മുടെ ഹൃദയത്തോടും ചേർത്ത് പിടിക്കും. പക്ഷേ പെട്ടെന്നൊരു ദിവസം ഒന്നും പറയാതെ അവർ എന്നേക്കുമായി നമ്മളിൽ നകന്നു പോകും. ശരിയല്ലേ? എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.